കോട്ടുവായി ഇടുമ്പോൾ സുന്നത്ത് പാലിക്കണമെങ്കിൽ അതിനുള്ള വഴി അതാണ്. കോട്ടുവായി ഇടുമ്പോൾ സുന്നത്താണോ നീ ആഗ്രഹിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? 2 കാര്യം ചെയ്യണം. ഒന്ന് ഗത്തി ഫമൻ, വായ പൊത്തി പിടിക്കണം. 2 വഖ്ദിം, വായ പൊത്തി പിടിച്ചിട്ട് എന്നത് കൊട്ടുവായിട്ടാലോ ഇല്ല. വഖ്ദിം, കൊട്ടുവായി സാധ്യമാകുന്നിടത്തോളം അമർത്തി പിടിക്കണം. ഇത് 2 ഒരാൾ ചെയ്താൽ കോട്ടുവായി ഇടുന്ന സന്ദർഭത്തിൽ അവൻ്റെ സുന്നത്ത് പാലിച്ചു. فذلك مسنون بأمر المرشد أو بأمر المرشد. സന്മാർഗങ്ങളിലേക്ക് വഴി കാണിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൽപ്പന പ്രകാരം അതാകുന്നു ആ കാര്യത്തിലുള്ള സുന്നത്ത്. ഇതിൽ അറബി വാക്കുകളും മറ്റും അർത്ഥം പറഞ്ഞ് ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തസാഉബു മിനശ്ശൈത്താൻ, കൂട്ടുവായി പിശാചിൽ നിന്നുള്ളതാണ്. ഫഇദാ തസാഅബ അഹദുക്കും ഫൽയറുദ്ദഹു മസ്തതാ, നിങ്ങളിൽ ഒരാൾ കൂട്ടുവായി ഇട്ടാൽ സാധിക്കുന്നിടത്തോളം അവനത് പിടിച്ചു വെക്കട്ടെ, അവനത് തടഞ്ഞു വെക്കട്ടെ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു കൂട്ടുവായി വരുമ്പോൾ ആദ്യം അവൻ ചെയ്യേണ്ടത് അവൻ്റെ ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചുണ്ടിലൂടെ വായു ഉള്ളിലേക്ക് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കലാണ്. അത് പൂർണ്ണമായും സാധിക്കാത്ത സന്ദർഭങ്ങളിൽ അവൻ വായ കൂടി കൈകൊണ്ട് പൊത്തിപ്പിടിച്ചോ അതല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ടോ അവൻ തൻ്റെ വായ പൊത്തിപ്പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഇദാ തസാഅബ അഹദുക്കും ഫൽയറുദ്ദഹു മസ്തതാ, സാധ്യമാകുന്നിടത്തോളം അവൻ തൻ്റെ കൂട്ടുവായി തടഞ്ഞു വെക്കട്ടെ. ഫഇന്ന അഹദകും ഇദാ ഖാല ഹാ ضحك الشيطان, നിങ്ങളിൽ ഒരാൾ കൂട്ടുവായി ഇടുന്ന സന്ദർഭത്തിൽ ഹാ എന്ന് ശബ്ദമുണ്ടാക്കിയാൽ അവനിൽ നിന്ന് അവനെ നോക്കി പിശാച് ചിരിക്കുന്നതാണ്. ഒരാൾ കൂട്ടുവായി ഇടുന്ന സമയത്ത് അയാളുടെ ചിത്രം എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അയാളുടെ മുഖം ആകെ വികൃതമായ രൂപമായിരിക്കും. മനുഷ്യൻ വികൃതമാകുന്ന ഏതൊരവസ്ഥയും പിശാചിന് പ്രിയങ്കരമായ അവസ്ഥയാണ്. അവന് എങ്ങനെയാണെങ്കിലും ഏത് ചെറിയ കാര്യത്തിലാണെങ്കിലും ശൈത്താൻ മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്ന എന്തൊരു വീഴ്ചയും അവനിലുണ്ടാകുന്ന എന്തൊരു കുറവും പിശാചിനെ സന്തോഷിപ്പിക്കുന്നതാണ്. എന്ത് കാര്യമാണെങ്കിൽ അത് അവൻ്റെ അസൂയയുടെ ഭാഗമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ അള്ളാഹു സൃഷ്ടിച്ച സന്ദർഭത്തിൽ ഇബ്ലീസിന് മനുഷ്യരോടുണ്ടായ ശത്രുത അതിൻ്റെ തുടർച്ചയാണ്. പിശാച് മനുഷ്യരിൽ എന്തൊരു കുറവുണ്ടാകുമ്പോൾ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ യാത്രാ മൃഗം കാലിടറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തഈസ ശൈത്താൻ എന്ന് പറയരുത്, പിശാച് നശിക്കട്ടെ എന്ന് പറയരുത്. നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തആദമ ഹത്താ യകൂന കൽബൈത്ത്, പിശാച് അവൻ വലുതാകും, ഒരു വീടിനോളം അവന് വലുപ്പമുണ്ടാകും, അവൻ്റെ അഹങ്കാരം വർദ്ധിക്കും. എന്നാൽ നിങ്ങൾ ബിസ്മില്ലാഹ് എന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞാൽ തസാഗർ ഹത്താ യകൂന കദ്ദുബാൻ, അവൻ തീരെ ചെറുതാകും, എന്നിട്ട് ഒരു ഈച്ചയെ പോലെയാകും. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് സൂറത്തുൽ അന്നാസിൽ എന്താ നമ്മൾ പറഞ്ഞത്? മിൻ ശർരി അൽ വസ്വാസി അൽ ഖന്നാസ്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വന്നു കഴിഞ്ഞാൽ ഓടി മറയുന്നവനാണ് ഖന്നാസ്. നിനക്കല്ലേ ഖുർആനിൽ മിന്നി മറയുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് എന്താ അള്ളാഹു പറഞ്ഞത്? ഫലാ ഉഖ്സിമു ബിൽ ജവാരിൽ ഖുന്നസ്. ഈ ഖന്നാസ് എന്ന വാക്ക് അത് അറിയിക്കുന്നത് മറഞ്ഞു പോകുക എന്നതാണ്. വേഗം ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ കൊട്ടുവായിട്ടാൽ അത് സാധ്യമാകുന്നിടത്തോളം തടഞ്ഞു വെക്കണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ തസാഅബ അഹദുക്കും ഫിസ്സലാഹ്, നിസ്കാരത്തിൽ നിങ്ങൾ ആരെങ്കിലും കൊട്ടുവായി ഇടുകയാണ് എങ്കിൽ ഫൽയദഅ യദഹു അലാ ഫീഹി, അവൻ തൻ്റെ കൈ തൻ്റെ വായയുടെ മുകളിൽ വെക്കട്ടെ. ഫഇന്ന ശൈത്താന യദ്ഖുലു മഅ തസാഉ, പിശാച് കൊട്ടുവായി ഇടുമ്പോൾ അവൻ്റെ വായിലൂടെ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വഴി സ്വീകരിച്ചാൽ അത് ശൈത്താനെ തടഞ്ഞു വെക്കും. എങ്ങനെയാണ് തടയുന്നത്? അല്ലാഹു അഅലം.
ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ പിശാച് അകന്നു പോകുന്നു. എങ്ങനെയാണ് അകന്നു പോകുന്നത്? അല്ലാഹു അഅലം. റബ്ബ് അറിയിച്ച കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്. നമ്മുടെ ബാധ്യത എന്താ? സമിഅന വഅതഅന, കേൾക്കുക, അനുസരിക്കുക. അത് ഗൈബിയായ കാര്യങ്ങളാണ്. അതിൻ്റെ രൂപങ്ങൾ എന്താണ്, യാഥാർത്ഥ്യങ്ങൾ എന്താണ്? അല്ലാഹു അഅലം. അല്ലാഹു അഅലം. ഒരാൾ കൂട്ടുവായി ഇടുമ്പോൾ നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ കൂട്ടുവായി വന്നാൽ അവൻ തൻ്റെ വായ പൊത്തിപ്പിടിക്കണം. فإن الشيطان يدخل مع التثاؤب എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്.